കർമ്മയെ പറ്റി രണ്ട് വാക്ക്. ചിലപ്പോൾ വീഡിയോ ഇത്തിരി ലെങ്തി ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. എനിവേ, നമ്മൾ കർമ്മ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും. നല്ലത് ചെയ്താൽ നല്ലതും മോശം ചെയ്താൽ മോശവും നമുക്ക് കിട്ടും എന്നുള്ളത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇത് വിപരീതമായിട്ടായിരിക്കും സംഭവിക്കുക. നല്ലത് പ്രതീക്ഷിക്കുമ്പോൾ മോശവും, മോശം പ്രതീക്ഷിക്കുമ്പോൾ അത് നല്ലതുമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും കർമ്മയിൽ വിശ്വാസം വരാതെ ഇരിക്കാറുണ്ട്. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഈ വെറുതെ പോകുന്ന ഒരാളെ അങ്ങോട്ട് ചെന്ന് തല്ലുന്നതും ഒരാള് ഇങ്ങോട്ട് വന്ന് തല്ലിയിട്ട് നമ്മൾ അയാൾക്കെതിരെ പ്രതികരിക്കുന്നതും രണ്ടും രണ്ടാണ്. അതുപോലെ കർമ്മ എപ്പോഴും അതിന്റെ കാരണത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ് കർമ്മഫലം ഉണ്ടാകുന്നതും. അപ്പോൾ നമ്മളുടെ കണ്ണില് ഒരു പക്ഷെ തെറ്റുള്ളത് ശരിയാവാനും ശരിയുള്ളത് യഥാർത്ഥത്തിൽ തെറ്റാവാനും സാധ്യതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കർമ്മഫലം ഉത്ഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇത് എന്ത് തന്നെ ആണെങ്കിലും നമുക്കിത് ഇന്നർ വർക്കിൽ, അതായത് ഇത് അതിന്റെ ഒരു പരിണിത ഫലം കുറയ്ക്കാനായിട്ട്, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഇന്നർ വർക്കുകൾ ചെയ്യാൻ പറ്റും. ഈ ഇന്നർ വർക്ക് ചെയ്യേണ്ട ആവശ്യകത എന്താന്ന് വെച്ചാൽ, കർമ്മ നമ്മളെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നമ്മളെ ഫിസിക്കലി ബാധിക്കാം. ഫിസിക്കലി ആണെങ്കിൽ എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ വന്നാൽ ഈവൻ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താൽ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റില്ല. എത്ര ടെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത്തരം ഒരു സാഹചര്യം ഒരുപക്ഷെ അത് ഫിസിക്കലി കർമ്മ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇമോഷണലി അല്ലെങ്കിൽ മെന്റലി ഒക്കെ ആണെങ്കിൽ എന്തു പറ്റും? അതായത് നമ്മൾ പാസ്റ്റ് ലൈഫിലുള്ള ഒരു കണക്ഷൻ തീർക്കാത്ത എന്തെങ്കിലും ഈ ജന്മത്തിൽ ഉണ്ടെങ്കിൽ, അതല്ല നമ്മൾ ഈ എന്താ പറയാ, ചൈൽഡ്ഹുഡ് ട്രോമ എന്നൊക്കെ പറയില്ലേ, ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ കിട്ടിയ എന്തെങ്കിലും ഒരു വലിയ സങ്കടം ആ നേരത്ത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാതെയൊക്കെ വരുമ്പോൾ ഇത് നമ്മളുടെ മനസ്സിൽ കിടപ്പുണ്ടാകും. മിക്കവാറും ഇത് അൺകോൺഷ്യസ് ലെവലായിരിക്കും. ഒരു പക്ഷെ ചില നേരത്തെ ഇത് ട്രിഗർ ചെയ്തിട്ട് സബ് കോൺഷ്യസോ ഈവൻ നമ്മുടെ കോൺഷ്യസ് ലെവലിലേക്കോ ഒക്കെ ആള് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാകാം. ഇനി ഇത് മൊത്തത്തിൽ ചില ആളുകളുടെ കർമ്മം കൊണ്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എനർജറ്റിക് ലെവൽ നമ്മളെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിലേക്ക് മാറാം. എന്ത് തന്നെ ആണെങ്കിലും നമുക്കിത് പ്രോപ്പറായിട്ട് ഇന്നർ വർക്ക് മെഡിറ്റേഷൻ കൊണ്ട് കൃത്യമായിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിന് നല്ല 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 കാര്യങ്ങളും പ്രവൃത്തികളും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കർമ്മ മാറ്റിയെടുക്കാൻ സാധിക്കും.